ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ നിയമ നടപടിയുമായി എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ. ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ, കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ ഇ.പി. വക്കീൽ നോട്ടീസ് അയച്ചു. ആരോപണങ്ങൾ പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിച്ചില്ല എങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ മുഖേനയാണ് നോട്ടീസ് അയച്ചത്. വസ്തുതയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചതിലൂടെ തന്നെ മാത്രമല്ല പാർട്ടിയെയും നേതാക്കളെയും അധിക്ഷേപിച്ചു. ബി.ജെ.പിയിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ച ദല്ലാളിനൊപ്പം കണ്ടുവന്ന ശോഭയുടെ വാദം പച്ചക്കള്ളമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള തന്റെ പാർട്ടിക്കൂറും പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധതയും ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. മുമ്പും ഇത്തരം ഗൂഢനീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നും നോട്ടീസിൽ പറയുന്നു. ദല്ലാൽ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലാണ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ, കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് എൽ.ഡി.എഫ് കൺവീനറും സി.പി.എം. കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ.പി. ജയരാജന്റെ വക്കീൽ നോട്ടീസ്. തന്നെയും പാർട്ടിയെയും അധിക്ഷേപിക്കുന്നതിനും കരിവാരി തേക്കുന്നതിനും വേണ്ടി ഗൂഢാലോചനയിലൂടെ കള്ളപ്രചാരണ വേല നടത്തിയെന്നുമാണ് ആരോപണം. ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയാത്ത വിധം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഇ.പി. നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിവിധ പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും നൽകിയ അഭിമുഖങ്ങളിലും പ്രതികരണങ്ങളിലും ഇവർ ഇ.പി. ജയരാജനെതിരെ അപവാദം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ആരോപിക്കുക വഴി ഇ.പി.യെ മാത്രമല്ല പാർട്ടിയെയും നേതാക്കളെയും അധിക്ഷേപിച്ചിരിക്കുകയാണ്. ഇ.പി. ജയരാജൻ ബി.ജെ.പിയിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ച് ദല്ലാളിനൊപ്പം തന്നെ വന്ന് കണ്ടുവെന്ന ശോഭാ സുരേന്ദ്രന്റെ വാദം കള്ളത്തരമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ് ഇ.പി. ജയരാജൻ. അദ്ദേഹത്തിന്റെ പാർട്ടിക്കൂറും പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധതയും ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കാത്തതാണ്. 1995 ഏപ്രിലിൽ 2 ബി.ജെ.പിക്കാരാണ് ട്രെയിനിൽ വെച്ച് ഇ.പി.യെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള ഒരു നേതാവിനെതിരെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരം അധിക്ഷേപകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ഉപതെരഞ്ഞെടുപ്പ് സമയത്തടക്കം മുമ്പും ഇത്തരം ഗൂഢനീക്കങ്ങൾ നടന്നിട്ടുണ്ട്. 1 വർഷം മുമ്പ് നടന്ന സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മാത്രം വെളിപ്പെടുത്തിയതിന്റെ രാഷ്ട്രീയ ഉദ്ദേശവും വ്യക്തമാക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. പ്രകാശ് ജാവദേക്കറുമായി ഇ.പി. കൂടിക്കാഴ്ച നടത്തിയെന്ന് ദല്ലാൽ നന്ദകുമാറാണ് വെളിപ്പെടുത്തിയത്. ഇ.പി.യെയും തന്നെയും പ്രകാശ് ജാവദേക്കർ കണ്ടിരുന്നുവെന്നാണ് നന്ദകുമാർ പറഞ്ഞിരുന്നത്. സംസ്ഥാനത്ത് ഇടതുമുന്നണി സഹായിച്ചാൽ ബി.ജെ.പിക്ക് ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവദേക്കർ ഇ.പി.യോട് പറഞ്ഞുവെന്നും തൃശൂരിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് സഹായിച്ചാൽ എസ്.എൻ.സി. ലാവ്ലിൻ കേസ്, നയതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ അവസാനിപ്പിക്കാമെന്ന് ഉറപ്പുകൊടുത്തു എന്നും നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള മകന്റെ ഫ്ളാറ്റിൽ പേരക്കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ജാവദേക്കർ അവിടേക്ക് വന്ന് തന്നെ കണ്ടിരുന്നുവെന്നും രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല എന്നും ഇ.പി. പിന്നീട് പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ബി.ജെ.പിയിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ച ഇ.പി. ജയരാജനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അഴിമതിയുടെ കൊട്ടാരത്തിന്റെ കാവൽക്കാരനാണ് ഇ.പി. ജയരാജൻ എന്നാണ് സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇ.പി.യെ തൊട്ടാൽ അഴിമതിയുടെ കൊട്ടാരം മുഴുവൻ കത്തുമെന്നും പിണറായി വിജയൻ അടക്കം അകത്തു പോകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിന്റെ പേരിലാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ ഇവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്.